അശ്വതി പ്ലീസ് അശ്വതി എന്നെ പറയാൻ വിട്ടേ പ്ലീസ് അശ്വതി പ്ലീസ് വെച്ച് വരയ്ക്കുന്ന എന്റെ ബ്രസ്റ്റ് എന്റെ പ്രൈവറ്റ് പാർട്ട് ഇതൊക്കെ നീ മൗസ് വെച്ച് വരയ്ക്കുന്ന സെക്ഷുവലൈസ് ചെയ്താണ് അവൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ളവന്മാരെ നമ്മൾ എന്തോ ചെയ്യണം? വെറുതെ ഇരിക്കണോ? നിന്റെ അമ്മയ്ക്കുള്ളതിന് എനിക്കുള്ള അവൻ വരയ്ക്കുന്നങ്ങ് അവന് താഴെ കാണാൻ പറ്റില്ല വരയ്ക്കുന്ന നീ അങ്ങ് ഇമാജിനേഷൻ ആണോ? വല്ലാത്തൊരു ഇമാജിനേഷൻ ആയിപ്പോയി. ഹലോ ഫ്രണ്ട്സ്, റൈനോളോക്സിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഞ്ചൽ ബേബി ഈ പെൺകുട്ടിയെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതാണ്. അതൊരു അവതാരിക കൂടിയാണ്. ഈ ഇടയ്ക്കാണ് ഇവരൊരു കേസുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ തന്നെ KSRTC ഒരു അയാൾ തോണ്ടിയെന്നും പറഞ്ഞ് ഒരു കേസ് കൊടുത്തിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഓരോ ഇതേപോലൊരു അതേപോലത്തെ ഒരു ഞരമ്പൻ വന്നിട്ട് എന്തോ മോർഫ് ചെയ്ത് ഫോട്ടോ ഇറക്കി. അപ്പോൾ സൈബർ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ സൈബർ സെല്ലിൽ മോർഫ് ചെയ്തവനെയും അവൻ്റെ അച്ഛനും അമ്മയും വീഡിയോ ആണ് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടത്. എന്താണ് ആ പെൺകുട്ടിയുടെ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ വന്നതെന്നുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ സൈബർ സെൽ പോലീസ് സ്റ്റേഷനാണുള്ളത്. ഈ ഇരിക്കുന്ന ആൾ എന്നെ പറ്റി വളരെ മോശമായിട്ട് വീഡിയോസ് ഇടുകയും അതായത് സെക്ഷലൈസ് ചെയ്ത് ബോഡി പാർട്ടിനെ വെച്ച് പറയുകയും പോരാത്തതിന് മോർഫിങ്ങും കൂടെ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് റീൽസ് ഇട്ടു. ഈ ഇരിക്കുന്നത് ഇയാളുടെ അമ്മയും അച്ഛനുമാണ്. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. അമ്മയും അച്ഛനെയും കണ്ടാൽ നമുക്ക് സങ്കടം വരും. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്. അമ്മയും അച്ഛനൊക്കെ ഒത്തിരി കരഞ്ഞു. അമ്മയൊക്കെ കരഞ്ഞ് കാലുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തതും അതുപോലെ തന്നെ കേസിൽ ഞാൻ പിന്മാറിയതും. അപ്പോൾ ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാന്നാണ് ഇവർ പറഞ്ഞത്. ഇങ്ങോട്ട് വരാണ്ടുള്ള വണ്ടിക്കൂലി പോലും ഇവർക്കില്ല. അത്രയും പാവപ്പെട്ട ആൾക്കാർ. അതാണ് കാര്യം. ഓരോ ഫോട്ടോ എടുത്ത് റീൽസ് റിയാക്ഷൻ ഫോട്ടോ ചെയ്ത് ഇപ്പോൾ ഈ പല കാര്യങ്ങളും ഈ പെൺകുട്ടീനെ ഒരുപാട് പേര് കുറ്റം പറയുന്നവരുണ്ട്. അവർക്ക് ഇങ്ങനെ കാണിച്ചു നടന്നിട്ടല്ലേ ഇവർ ഈ കമൻറ്റൊക്കെ ചെയ്യണേ, ഇങ്ങനെ കമൻറ്റ് ഉള്ള രീതിയിലല്ലേ കമൻറ്റ് ചെയ്യണേ എന്ന് വെച്ചാൽ അവരിപ്പോൾ എന്ത് ഇഷ്ടപ്പെടുന്ന ഇവർ ആ വീഡിയോ അവസാനം പറഞ്ഞു ഒരുപാടൊന്നും പറഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളോട് വയ്ക്കാം. ഇവർ വീഡിയോയുടെ ഈ ലാസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം ഉള്ള പോസ്റ്റ് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ അത് മാന്യമായിട്ട് രീതിയിലാവണം. ഇവരൊരു മോഡലും കൂടിയൊക്കെയാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലുള്ള വസ്ത്രത്തിൽ ധരിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ അവരൊന്നും മോശക്കാരിയായ ഒരു സ്ത്രീയാണ്, മോശക്കാരിയായ ഒരു പെണ്ണാണ്, അതുള്ള രീതിയിലുള്ള മൈൻഡാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇയാളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാളൊരു കല്യാണം കഴിച്ചൊരു കുട്ടിയുണ്ടെന്നാണ് എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കിയാൽ ആ ഭാര്യനെ കുറിച്ച് നാളെ ഒരു മോർഫ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും ആൾക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെ തന്നെയാണ് പെൺകുട്ടി അതിനെ ചെയ്യുന്നത് വെച്ചാൽ അവൾക്ക് മോശക്കാരിയായ പെണ്ണാവും? ഒരിക്കലും ഇല്ല. അപ്പം ഇനി ഈ രീതിയിലാണ് അവരുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മേനെ കണ്ടപ്പോൾ സങ്കടം വന്നു. മക്കളെന്ത് തെണ്ടിത്തരം കാണിച്ചാൽ അഭിനയിക്കാൻ കാരണന്മാരല്ലേ, ചോദിക്കാൻ കാരണന്മാരല്ലേ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ രശ്മി എന്ന് പറഞ്ഞ വേറെ നിങ്ങൾ അറിഞ്ഞ കോമഡി പരിപാടികളിലൊക്കെ ഉള്ള ഒരു രശ്മി കോമഡി സിംഗിങ് ആർട്ടിസ്റ്റ് ഇതേപോലെ തന്നെയായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കിൽ എന്തോ ലൈവ്, അതൊന്നും ഒരു വൾഗറായിട്ടൊരു ചിത്രമേ അല്ല, ഒരു ലൈവ് ഇട്ടതിനും പറഞ്ഞിട്ട് ഒരു വളരെ മോശപ്പെട്ട തരും. പുള്ളിക്കാരത്തേക്ക് വല്ലാത്തൊരു മൈൻഡായി പോയിട്ട് പുള്ളിക്കാരി കേസ് കൊടുത്തു. പോലീസ് അവനെ പൊക്കി. അതുപോലെ ഒരു അമ്മ വന്നിട്ടാണ് പാവം അതിനെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. മക്കൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെയുള്ള വീഡിയോ ചെയ്തു. ഞാനും ഇപ്പോൾ കുറച്ച് മുമ്പ് അതിന് പറഞ്ഞിട്ടുള്ളൂ. ഈ റിയാക്ഷൻ വീഡിയോയിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം, മുഖ്യമന്ത്രിൻ്റെ കുറ്റം പറയാനുള്ളത്? നമ്മൾ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണ്, നമ്മൾ ആരെയും കുറ്റം പറയാനോ ആരെയും കളിയാക്കാനോ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ പോകാറില്ല. ഇപ്പോഴുള്ള ഈ ചെറിയ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അധികം പറയും, പാർട്ടിക്കാരെയൊക്കെ നല്ലത് പറഞ്ഞാൽ നല്ലത് ചെയ്യും, നല്ലത് പറയും. ചീത്ത ചെയ്ത ആരാണെങ്കിലും നമ്മൾ നമ്മുടെ രീതിയിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ അവരെ ആക്ഷേപിക്കുക, അവരെ മോശം പറയുക, അവരെ തെറി പറയും, രണ്ടാമത്തെ ഇല്ലാത്ത വചനങ്ങൾ പറയുമോ ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, തെറി പോലും ഞാൻ പറയാറില്ല. ഞാൻ തെറിയൊന്നും പറയാറില്ല. എന്നിട്ട് ഇനിയുള്ള വീഡിയോകളിലൊന്നും അങ്ങനെ എടുത്തായിരിക്കാൻ ശ്രമിക്കാം. തെറിയൊക്കെ പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡ്രിം ചെയ്തിട്ട് നമ്മൾ ഇടുകയുള്ളൂ. അപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഈ ഫോട്ടോ ഇവരുടെയൊക്കെ ഈ ഫോട്ടോ കണ്ടിട്ടാണ് പലർക്കും ഇതുള്ളത്. നീ ഇങ്ങനെ കാണിച്ചു നടന്നിട്ടല്ലേ കാര്യം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം സിനിമയിൽ അതീവ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടി, ആ ഒരു നടിയുടെ ആ സിനിമയിലൊക്കെ ഭയങ്കര രീതികൾ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഒരു റിയൽ ലൈഫിൽ അവർ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാനോ അവർ വീട്ടിൽ അതിനൊക്കെ ആരെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ അവിടെ വെച്ചൊരു ക്യാമറ വെച്ച് എടുത്തിട്ട് പറയാതെ ഒരാളെ പിടിച്ചിട്ട് പറയുകയാണ് അവർ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിച്ചു കിടക്കുന്നുണ്ട്, ഞാൻ റീലെടുത്തിട്ടാണ് ഇവർക്ക് ഇത്ര രീതി എന്നൊക്കെ പറയാറുണ്ട്. എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഒരിക്കലും പ്രസക്തിയില്ല. കാരണം ആ സിനിമയുടെ ലൈഫും റിയൽ ലൈഫും വേറെയാണ്. അതുപോലെ തന്നെ ആ റീലിൽ
അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം വീഡിയോ ചെയ്യുന്ന പുള്ളിക്കാരിയുടെ അവകാശമാണ്. പക്ഷെ എന്ന് വെച്ച് റിയലായിട്ട് അവരെ കയറി തെറി പറയാനോ വേണ്ടാത്ത മെസ്സേജ് അവരെ കയറി രീതി കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ആ വീഡിയോ തന്നെ പറയുന്നത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ആരുടെയും പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ പോയി എത്തി നോക്കുക. ഇവർക്കൊരു ഭാര്യയും മക്കളും ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരത്തിക്ക് ഒരു മെൻറ്റാലിറ്റി പുള്ളിക്കാരന് ഒരു ഭ്രാന്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഭ്രാന്തുള്ള ആളിങ്ങനെ നല്ല രീതിയിലുള്ള രീതിയിൽ കറക്റ്റ് പെർഫെക്റ്റായിട്ട് ഈ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് ചോദിച്ചത്. കറക്റ്റാണെങ്കിൽ എനിക്ക് ഡൗട്ട് തോന്നി. എന്തായാലും ഞരമ്പ് രോഗമാണ് അത് കാരണം. എന്ന് വെച്ചാൽ ഇവന് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വീട്ടിലൊരു ഭാര്യയും ഒരു കുട്ടിയൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. ആ അച്ഛനും അമ്മേനെ കണ്ട് സങ്കടം വരികയാണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് എൻ്റെ കാര്യം, തലതെറിച്ച മക്കൾ ഉണ്ടാകുമ്പോൾ കാരണന്മാരെ അനുഭവിച്ചല്ലേ പറ്റൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ആ പെൺകുട്ടി അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്ന് വെച്ച് അവരെ പോയി കയറി തെറി പറയാനോ അവരെ വേണ്ടാത്ത രീതിയിൽ കാണാനോ ഒന്നും അല്ല എന്നുള്ളതാണ് കാര്യം. തീർച്ചയായിട്ടും തന്നെ ഇനി എന്ന് വെച്ച് റീൽസിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും വൾഗറായിട്ടോ മോശമായിട്ടോ ആരെയും ആക്ഷേപിക്കണോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ചെയ്യുന്നാൽ ഇതുപോലെ നടപടി എടുക്കാനും പറ്റും. അതും ഓർമ്മയിലിരിക്കട്ടെ. ആരെ അങ്ങനെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഒരു രീതികളൊക്കെയാണ്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ തന്നെയാണ് ഒരാളിങ്ങനെ തുറച്ച് നോക്കണം വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള രീതിയാണെന്നറിയാം. അപ്പോൾ ഇത് കാണുന്നതൊന്നും അല്ല ലൈഫിൽ. നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോയതാണ്. ഇപ്പോൾ എന്താ ചെയ്യുക, അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഭാര്യയുടെ അവസ്ഥ ആലോചിച്ച്, ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവനൊക്കെ ഇങ്ങനത്തെ കാണിച്ചു കഴിയുമ്പോൾ ഇവനൊക്കെ എന്ത് കാണിച്ചോട്ടെ, പക്ഷെ അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾക്കൊന്നും കഴിവതും ഒഴിവാക്കുക. ഇതൊക്കെ റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ. ഈ കാണുന്ന ഫോട്ടോ കണ്ട് കമൻറ്റ് ഇടാനോ വേണ്ടാത്ത രീതിക്ക് റിയാക്ട് ചെയ്യാൻ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ യൂട്യൂബിൽ കുറച്ച് നാളായിട്ട് തന്നെ 700 സംതിങ് വീഡിയോ ഉണ്ട്. ഇപ്പോൾ കുറച്ച് 400 സബ്സ്ക്രൈബറേ ഉള്ളൂ. എന്നാലും ഞാൻ ഇനി തൊട്ടുള്ള വീഡിയോകളാണ്, ഇനി മുമ്പുള്ള വീഡിയോ ആരെയും ഇങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ ചാറ്റി കിട്ടുകയോ വൾഗറായിട്ട് പറയുകയോ തെറി പറയുകയോ പോലും ചെയ്യത്തില്ല. എന്നിട്ട് ചെയ്യാനായിട്ട് പോകണമില്ല. എന്നിരുന്നാലും നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ എന്ത് പബ്ലിക് റിയാക്ഷനോ എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യാം, കുഴപ്പമൊന്നും. പക്ഷെ ഇതുപോലെ കിടന്ന് വേണ്ടാത്ത ഇത് മോർഫ് ചെയ്ത് ഓരോരുത്തരുടെ മാനസികമായിട്ട് തകർത്തിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അത് റിയൽ ലൈഫിലാണെങ്കിലും സോഷ്യൽ മീഡിയ ലൈഫിലാണെങ്കിലും കാണിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അത് നല്ലതല്ല. അത് നമുക്ക് പിന്നീട് നമ്മുടെ സ്വന്തം കുഴി തന്നെ നമ്മൾ തോണ്ടേണ്ട രീതി വരും. അപ്പം നിങ്ങളായിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്നും ഇങ്ങോട്ട് കാണുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ മോശം കമൻറ്റുകൾ കർശനമായിട്ട് ഒന്ന് മറച്ചു വയ്ക്കാനും വിഷമിച്ചയക്കാനുള്ള രീതിയിൽ പോയി സൈബർ സെല്ലിൽ പോയി പരാതി ചെയ്യുക. പെൺകുട്ടി ചെയ്തതുപോലെ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു പാഠമാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ചും പ്രതികരിച്ചും, പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിലും ഓരോ മേഖലയിലാണ്, സോഷ്യൽ മീഡിയ ലൈഫിലാണ് റിയൽ ലൈഫിലായാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാതെ വേണ്ടാത്ത രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പോയി തല വയ്ക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്.